നമസ്കാരം. നെറ്റ്ഫ്ലിക്സിൻ്റെ സെർവർ അടിച്ചുപോയി. നിങ്ങൾ അറിഞ്ഞായിരുന്നു? നെറ്റ്ഫ്ലിക്സിൻ്റെ സെർവർ അടിച്ചുപോയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, സ്ട്രേഞ്ചർ തിങ്സ് 5 അതിൻ്റെ ഫസ്റ്റ് വോളിയം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അത് ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന സ്ട്രേഞ്ചർ തിങ്സിൻ്റെ 5ാം ഭാഗത്തിന് വേണ്ടി കാത്തിരുന്ന ആരാധകർ എല്ലാവരും കൂടെ ചേർന്ന് നെറ്റ്ഫ്ലിക്സ് അങ്ങ് ക്രാഷ് ആക്കി എന്നുള്ളതാണ്. ഏകദേശം 15,000-ഓളം റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇതുപോലെ നെറ്റ്ഫ്ലിക്സ് ക്രാഷായി, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ 15,000-ഓളം കംപ്ലയിൻറ്റുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കൂടുതലുണ്ട്. കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്ത് 15,000-ഓളമാണ് എന്നുള്ളതാണ്. സ്ട്രേഞ്ചർ തിങ്സ് ദ മോസ്റ്റ് അവൈറ്റഡ് സീരീസ് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് സീസൺ 5 ഒക്കെ കാണാൻ നിൽക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. അതിന് വോളിയം 1 ആണ് പുറത്തു വന്നത്. വോളിയം 2 ഡിസംബറിൻ്റെ ലാസ്റ്റ് വീക്കും വോളിയം 3 അതായത് അതിൻ്റെ ഫൈനൽ പാർട്ട് ന്യൂ ഇയർ ഈവിനും ഒക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഞാൻ കണ്ടിട്ടില്ല പാർട്ട് 5, പക്ഷേ കാണണം. ഭയങ്കര വെയിറ്റിംഗ് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു നെറ്റ്ഫ്ലിക്സിനെ ആദ്യമായിട്ടല്ല ഈ സെർവർ ഇഷ്യൂ ഉണ്ടാവുന്നത് സ്ട്രേഞ്ചർ തിങ്സ് വരാനുള്ള കാരണം. 2022 ജൂലൈയിൽ ഇതുപോലെ സ്ട്രേഞ്ചർ തിങ്സ് വരുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ക്രാഷായി പോകുന്നൊരു സിറ്റുവേഷനും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല. അല്ലെങ്കിൽ സ്ട്രേഞ്ചർ തിങ്സിന് ഇഷ്ടമല്ലാത്തവരൊക്കെ പറയുന്ന കാര്യം, ഇത് സ്ട്രേഞ്ചർ തിങ്സ് കൊണ്ടൊന്നുമല്ല, നെറ്റ്ഫ്ലിക്സിന് എന്തോ ഒരു കരട് കയറിയതാണ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കരട് കയറിയൊന്നും ഹാങ് ആവുന്ന സമ്പ്രദായമൊന്നുമല്ല നെറ്റ്ഫ്ലിക്സ് പോലെ ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം ക്രാഷായി പോകണമെങ്കിൽ, ഹാങ് ആയി പോകണമെങ്കിൽ അത്രമാത്രം യൂസേഴ്സ് അതിലേക്ക് കയറിയത് കൊണ്ട് തന്നെയാണ്. എന്തായാലും അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയി നിൽക്കുകയാണ് എന്നുള്ളതും കൂടി പറയട്ടെ. സ്ട്രേഞ്ചർ തിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ കഥാവികസനമൊക്കെ എങ്ങനെയായി പോകുന്നത്, അതിൻ്റെ ഹൊറർ എലിമെൻറ്റ്സ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്ട്രേഞ്ചർ തിങ്സിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് കാത്തിരിക്കണം നിങ്ങൾ എന്നുള്ളത്. എന്തായാലും പാർട്ട് 5 വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അത്രമാത്രമായിരുന്നു. ഒരുപാട് സ്ട്രോങ് ബിൽഡപ്സ്, എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ വികസനങ്ങളൊക്കെ നടക്കുക, നാളുകളായി നീണ്ട ചർച്ചകൾ, കാര്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ട്രെൻഡിങ് ആയി മാറിയിരുന്നു. സ്ട്രേഞ്ചർ തിങ്സ് തന്നെ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോഴേക്കും ട്രെൻഡിങ് ലിസ്റ്റിൽ വരെ ഇടം പിടിച്ചിരുന്ന ഒരു സീരീസും കൂടിയായിട്ട് മാറിയിരുന്നു. അത്രയധികം ആരാധകർ, അത്രയധികം ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്ന സ്ട്രേഞ്ചർ തിങ്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നതിനിടയിലാണ് നെറ്റ്ഫ്ലിക്സ് ഓണാക്കി സ്ട്രേഞ്ചർ തിങ്സ് കാണാൻ തയ്യാറെടുത്ത ആരാധകർക്ക് ഒരു വലിയ നിരാശ ഉണ്ടാകുന്ന രീതിയിൽ സെർവർ തന്നെ ഹാങ് ആയി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. എന്തായാലും ഈ ഹാങ്ങിങ് പരിപാടി അധിക നേരം ഒന്നും നിന്നില്ല. നെറ്റ്ഫ്ലിക്സ് തന്നെ കൃത്യമായിട്ട് റോയിട്ടേഴ്സിന് മെയിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങളുടെ സെർവർ പിന്നീട് ഞങ്ങൾ തിരിച്ച് ബാക്ക് വിത്ത് ദ ബാങ്ക് എന്ന രീതിയിലേക്ക് നെറ്റ്ഫ്ലിക്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയിൽ, ഈ 5 മിനിറ്റിനിടയിൽ തന്നെ ഏകദേശം 15,000-ഓളം യൂസേഴ്സാണ് ഇതിനകത്ത് ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആ ലോഗിൻ ചെയ്തതിലാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അതിനകത്ത് പറയാൻ വരുന്നത് 51% ആളുകൾ വീഡിയോ സ്ട്രീമിങ്ങിൻ്റെ ഇഷ്യൂ പറഞ്ഞത്. കാരണം വീഡിയോ സ്ട്രീം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ഗ്ലിച്ചുകളും പരിപാടികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. സിസ്റ്റത്തിന് ഹാങ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷകരിൽ 51% പേരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കംപ്ലയിൻറ്റ്. നേരെ മറിച്ച് 41% പേർക്കും ഇത് ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നെറ്റ്ഫ്ലിക്സിലേക്ക് അവരുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലേക്കാണ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമേ ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്നതും കൂടി പ്രേക്ഷകർ പറഞ്ഞു. സംതിങ് വെന്റ് റോങ്, സോറി, we are having trouble with your request, you will find lots to explore on the home page എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ആയി വന്നത് എന്നുള്ളതും കൂടി നെറ്റ്ഫ്ലിക്സ് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ 2022 സീസൺ 4ൻ്റെ അവസാനത്തെ 2 എപ്പിസോഡ്സ് സ്ട്രേഞ്ചർ തിങ്സ് ഇതുപോലെ ഡ്രോപ്പ് ചെയ്തപ്പോൾ, ഇതുപോലെ ഇവർ കൊണ്ടുവന്നപ്പോഴും ഇതുപോലെ നെറ്റ്ഫ്ലിക്സ് ഹാങ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അന്ന് ഉണ്ടായ ആ ഒരു ക്രാഷ് പരിപാടിയേക്കാൾ കൂടുതൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതെങ്ങനെയാണ് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ആരാധകർ പൂർണ്ണമായി നെറ്റ്ഫ്ലിക്സ് കത്തിച്ചു എന്നത് വേണം തന്നെ സോഷ്യൽ മീഡിയയിൽ പറയാൻ.